ഹായ്, ഇന്ന് നമ്മുടെ ഡൈൻ വിത്ത് ജെയ്സണിൽ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ആരോഗ്യ പൊടിയും കൊണ്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. കപ്പ് കേക്ക് ഉണ്ടാക്കാം. ഈസിയാണ്, ഓവൻ വേണ്ട, നമ്മുടെ വീട്ടിലുള്ള പാനിൽ തന്നെ ഉണ്ടാക്കാം. 1/4 കപ്പ് എണ്ണ, അതേപോലെ 1/4 കപ്പ് മൈദ, കുറച്ച് പഞ്ചസാര, അതിൽ മധുരം ഉണ്ടാകും അതുകൊണ്ട്, പിന്നെ 1 കപ്പ് അമൃതം പൊടി. ഷുഗർ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഈ അമൃതം പൊടി ആദ്യം ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ മൈദ, 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ പൗഡറും ഒന്ന് മിക്സായിട്ട് നമുക്കതിൽ നിന്ന് നന്നായി അരിച്ചെടുക്കണം. 2 or 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് അത്രയും നന്നായിരിക്കും. കേക്ക് നല്ല സോഫ്റ്റായി വരും. നമുക്കൊരു മിക്സിയിൽ നമ്മുടെ ഷുഗർ ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചതിൻ്റെ കൂടെ 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഷുഗർ നന്നായി പൊടിയണം, എന്നിട്ട് അതിൽ മുട്ട ഒഴിച്ചു കൊടുത്തു. അതിൽ 1/4 കപ്പ് എണ്ണ മാറ്റി വെച്ചത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. അതിലേക്ക് ഒരു 1/2 സ്പൂണോളം വനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഈ മുട്ടൻ്റെ മണം ഇല്ലാതെ ഇരിക്കുള്ളൂ. നല്ല കേക്കിന് നല്ല ടേസ്റ്റും മണവും ഉണ്ടാകും. അത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരണം. നന്നായി മിക്സായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മാവിൽ ഈ മിക്സ് ഒന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതുപോലെ 1-2 പ്രാവശ്യം ചെയ്തിട്ട് ശരിയാകാതെ ഇത് 3ാമത് കറക്റ്റായി ചെയ്ത് വന്നതാണ്. ഇതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ല കേക്ക് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾ നന്നായി കഴിച്ചോളും. അമൃതം പൊടിയിൽ എല്ലാ നട്ട്സും ഇട്ടിട്ടുള്ള പൊടിയാണ്, നല്ല ആരോഗ്യമുള്ളതാണ്. അതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഒരു തിക്ക് ബാറ്ററായിട്ട് വരണം നമുക്ക്, അപ്പോഴേ കറക്റ്റായിരിക്കുള്ളൂ. ഇതൊക്കെ കണ്ടില്ലേ, ഈ അളവിൽ മതി. ഇതാണ് പാകം. അതിൻ്റെ കൂടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് കാഷ്യൂ നട്ട് പൊടിച്ചത്, നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ, മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ പൊടിയായി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കാം. അതെല്ലാം വളരെ നല്ലതാണ്. കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഇടയിൽ കഴിക്കുമ്പോൾ കേക്ക് നന്നായിട്ടുണ്ടാകും. നമ്മൾ ഉണ്ടാക്കുന്ന കപ്പ് കേക്കിന് വളരെ ടേസ്റ്റായിട്ട് നന്നായിട്ടുണ്ടാക്കാനാണിത്. ഇതുപോലെ പേപ്പർ ബൗൾ വാങ്ങിച്ചിട്ട് അതിലേക്ക് ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഒഴിക്കരുത്, ഒഴിച്ചാൽ പൊന്തി പോകും. അതുകൊണ്ട് 1 സ്പൂൺ മതി. 1/2 പാത്രം ഏകദേശം മതിയാകും. ഈ സമയം കൊണ്ട് തന്നെ ഗ്യാസിൽ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇത് തന്നെ വേണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ബൗളായാലും കുഴപ്പമില്ല. ഗ്ലാസ് ഉണ്ടെങ്കിലും അതിൽ കുറച്ച് എണ്ണയോ ബട്ടറോ നെയ്യോ എന്തെങ്കിലും പുരട്ടിയിട്ട് ഇതേപോലെ ഒഴിച്ചു വെച്ചാൽ നമുക്ക് അതിലാണെങ്കിലും ഉണ്ടാക്കാം. കേക്ക് ബൗൾ ഉണ്ടെങ്കിൽ ശരി, ഇല്ലെങ്കിൽ അതിലുണ്ടാക്കാം, നല്ലത്. ഇതേപോലെ എല്ലാ ബാറ്ററും ഉണ്ടാക്കണം. ഒന്നിങ്ങനെ തട്ടിച്ചു കൊടുക്കണം, എന്നാലാണ് സെറ്റായി വരുള്ളൂ. ബബിൾസ് ഒന്നും ഇല്ലാതെ നല്ല പോലെ കേക്ക് പൊന്തി വരും. ഇതേപോലെ ഗ്ലാസ്സോ ബൗളായാലും കുഴപ്പമില്ല, അതിന് നിങ്ങളുടെ കയ്യിലുള്ളത് അതിൽ ചെയ്യാം. 10 മിനിറ്റ് ഈ പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അടിയിലൊരു പാത്രം ഞാൻ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റാൻഡ് ആയാലും കുഴപ്പമില്ല. കൈ ചൂടാതെ മെല്ലെ അതിൽ ഇറക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 40 മിനിറ്റ് ഇതാക്കണം. ഈ ഹോളൊന്ന് അടച്ചു കൊടുത്തിട്ട് 40 മിനിറ്റ് ഹീറ്റ് ചെയ്താൽ മതി. നല്ല നമ്മുടെ സൂപ്പറായിട്ടുള്ള നല്ല കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ കണ്ട, മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, നന്നായി വന്നിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സൂപ്പറായിട്ട് നല്ല കേക്ക് വന്നിട്ടുണ്ട്, സോഫ്റ്റായിട്ടുണ്ട്. അടിയിൽ കണ്ടില്ലേ, ലേശം ഒരു ബ്രൗൺ കളർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.